ശൈത്യം നല്ല രീതിക്ക് അനുമോളെ അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അതിന് മാത്രം വലിയ തെറ്റ് അനുമോൾ എന്താ ചെയ്തത്? അനുമോൾ ഏറ്റവും നല്ല രീതിയിലാണ് ശൈത്യയോട് പെരുമാറിയിട്ടുള്ളത്. ശൈത്യമാണ് കട്ടപ്പ കളിച്ചത് അനുമോളെ ഇവിടുന്ന് ഒഴിവാക്കിയാനും അടുത്തുനിന്ന് ഒഴിവാക്കി വിട്ടത്. എന്തായാലും ഇവിടെ വന്നിട്ട് ആദിലയുടെ കൂടെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആദിലൊക്കെ അറിയണം പുറത്ത് എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ. നൈസായിട്ട് ശൈത്യയോട് ചോദിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് പറയുന്നുണ്ട് ഞാനും അനുമോളും തമ്മിൽ അടിയിട്ട് കേട്ടോ. ശൈത്യക്ക് എന്തായാലും അത് തുറന്ന് പറയാൻ പറ്റത്തില്ല ആദിലയുടെ അടുത്ത്. അപ്പോൾ ആദിലയുടെ അടുത്ത് പറയാണ് ഞാൻ കണ്ടായിരുന്നു, നീ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യുക. നമ്മൾ തമ്മിൽ പറയാറില്ലേ നമ്മൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറാണെന്ന്. രണ്ടെണ്ണം കറക്റ്റാണ്, കട്ടപ്പ ക്യാരക്ടർ, രണ്ടുപേരും ഒരേ വകുപ്പാണ്. പക്ഷെ അനുമോൾ പാവം എല്ലാത്തിനെയും വിശ്വസിച്ച്. ഞാനും നൂറയും ഒരിക്കലും ഫൈനൽ 5 കയറില്ലായിരിക്കും, ഞങ്ങൾ ഔട്ടാകും ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ശൈത്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പം അതിൽ പറയുന്നുണ്ട് നൂറയും ഫൈനൽ 5 ജസ്റ്റ് ഫിനാലെ വീക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശൈത്യ ആ സമയത്തിരുന്ന് ചുമ്മാ തട്ടിവിടുന്നുണ്ട്. ഞാൻ ഭയങ്കര പ്രൗഡാണ് നിങ്ങളെ ഓർത്ത്, രണ്ടുപേരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാനങ്ങ് കൊതിക്കുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. കാരണം അനുമോളും അതിലൊക്കെ നല്ല കൂട്ടല്ലേ, അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ശൈത്യ അവിടെ കിടന്ന് കാണിക്കുന്നത്. പാവം അനുമോൾ എന്നിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു കേട്ടോ ഇവർ സംസാരിക്കുന്നിടത്ത്. അപ്പോൾ ശൈത്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന പോലെ, ഞാൻ ഇവിടുന്ന് ചായയൊന്നും കട്ടൻ ചായയൊന്നും കുടിക്കത്തില്ലായിരുന്നല്ലോ, എനിക്കിതൊന്നും വേണ്ട എന്നുള്ള ദേഷ്യഭാവത്തിൽ നല്ല വൃത്തിക്ക് അത് വിസിബിളായിട്ട് കാണിക്കുന്നുണ്ട്. പാവം അനുമോൾ അതുകൊണ്ട് തിരിച്ചു പോയി കേട്ടോ. അനുമോളുടെ പോക്ക് കണ്ടിട്ട് ആദിലയും ശൈത്യയും കൂടെ മുഖത്തോട് മുഖം നോക്കി ആക്കി ചിരിക്കുകയാണ്. അതിനുശേഷം നൂറയും അനുമോളോട് വന്നപ്പോൾ നൂറയാണെങ്കിൽ ശൈത്യ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തുകയാണ്. എന്നിട്ട് അനുമോളുടെ അടുത്ത് പറഞ്ഞാൽ ഇരിക്ക്. അപ്പോൾ അനുമോൾ പറഞ്ഞ് ശൈത്യയുടെ അടുത്ത് ഇരിക്കണമെന്ന്. അപ്പം അതിൽ പറഞ്ഞു നിനക്ക് എന്താ ഇടയ്ക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, നീ ഇപ്പുറത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അനുമോളെ സൈഡിലിരുത്തി. എന്നിട്ട് ശൈത്യയാണെങ്കിൽ അനുമോളെയും നൂറയും മാത്രം കെട്ടിപ്പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. അനുമോൾ അവിടെ ഇരിപ്പുണ്ട്, പറയുക എനിക്ക് ഇവിടെ നിന്നപ്പോൾ ഫോട്ടോ നമ്മളെടുത്ത കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിച്ചു ഉണ്ടോ നിൻ്റെ കയ്യിൽ? അപ്പോൾ ശൈത്യം എന്ത് ദേഷ്യപ്പെട്ട്. അപ്പോൾ അനുമോൾ ചോദിച്ചു ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അതിനുശേഷം ശാരിക ചേച്ചിയും സരികയും ബിൻസിയും എല്ലാവരും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചു. അനുമോൾ ശരിക്കും എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെയാണ്, ആരുടെ അടുത്ത് ഒരു അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല, ആരും ഒരു അറ്റാച്ച്മെൻറ്റ് പേഴ്സണലായിട്ടൊന്നും കാണിക്കുന്നില്ല, ആരും ഒരു സ്നേഹം കാണിക്കുന്നില്ല. പുള്ളിക്കാരത്തി ആകെപ്പാട് ഡള്ളായി. എന്നിട്ട് പിന്നെ നമ്മുടെ ആദിലയും അതേപോലെ ശൈത്യം കൂടെ റൂമിൽ പോയി. അപ്പോൾ ഇവരെല്ലാവരും പുറകെ പോയി. അപ്പോൾ എല്ലാവരും കൂടെ വന്ന സമയത്ത് ശൈത്യം അവിടെ നിന്ന് പറയാം ഞാനും അതിലും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാനല്ലേ വന്നത്, നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ മാറിപ്പോയിരുന്നു. അനുമോൾ ഇങ്ങനെ ഇവരുടെ കൂടെ നടക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ശൈത്യം പറയുന്നത്. എന്നിട്ട് ശൈത്യം അതിലേയും നൂറേയും വിളിച്ചിട്ട് അപ്പുറത്തെ ഒരു മേക്കപ്പ് റൂമിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നും കേട്ടോ. അതിന് മാത്രം അങ്ങ് അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കി വിടാൻ മാത്രമുള്ള ദ്രോഹമൊന്നും അനുമോൾ അവിടെ ആരോടും ചെയ്തിട്ടില്ല. ഇവൻ ശൈത്യോട് ഇപ്പോൾ ആര്യനോ ജിസേലോ വല്ലതും ആണെങ്കിൽ നമുക്ക് പോട്ടെ, ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് അപ്പാനിയുടെ അടുത്താണ്. അപ്പാനി എന്നാൽ നല്ല രീതിയിൽ അനുമോളുടെ അടുത്ത് മിണ്ടുന്നുണ്ട്. അപ്പോൾ അനുമോൾ ശരിക്കും ഒറ്റപ്പെട്ട് ട്രൈ ചെയ്യണം എല്ലാവരോടും മിങ്കിളാവാൻ വേണ്ടിയിട്ട്. ശൈത്യ ലിറ്ററലി ഗ്രൂപ്പ് ചേർന്ന് അനുമോളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുക. അത് ശൈത്യയുടെ ബിഹേവിയറിൽ ഭയങ്കര വിസിബിൾ. ആദിലേനെ നൂറേനെ അതിന് കൂട്ടും പിടിക്കുന്നുണ്ട്. ഇത്രയും ഫ്രണ്ടാണ് ആദില നൂറ അനുമോളുടെ എന്ന് പറഞ്ഞിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും തോന്നില്ല അനുമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന കാര്യം അവർക്ക് തോന്നില്ല. ശരിക്കും ഇവർ അനുമോളുടെ ഫ്രണ്ട്സ് അല്ല കേട്ടോ. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല റിയൽ ഫ്രണ്ട്സ് ആണെന്ന്.